എന്റെ അമ്മേ. അച്ഛാ എന്തായി കുട്ടാ മത്സരം? അച്ഛന്റെ മാനം കളഞ്ഞില്ല. ഫസ്റ്റാ. മോനെ മോനാണ് മോൻ. അതിലെന്താ അത്ര അത്ഭുതം? പഠിക്കുമ്പോ ഞാനും ഒന്നാമനായിരുന്നില്ലേ? വെറുതെ നോണ പറയല്ലേ അച്ഛാ. അച്ഛന്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിലെ മാർക്സ് ഞാൻ കണ്ടതാ. എന്ത്? എല്ലാത്തിനും പട്ടപൂജ്യം അല്ലേ? അത് പിന്നെ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നോണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതുകൊണ്ടല്ലേ. അല്ല, ഏതിനത്തിലായിരുന്നു അച്ഛൻ ചാമ്പ്യൻ ആയത്? ഹൈ ജമ്പിൽ ജമ്പ് ചെയ്ത് മുഴുവൻ മതിലുകളും വേലികളാണെന്ന് മാത്രം. ജയബാല നിർത്തി. ഇതാരാ? അച്ഛനെ കാണാൻ വന്നതാ. ഓ, ആ തെങ്ങ് കയറാൻ ആളെ വിടാന്ന് കൃഷ്ണമാമ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ന്യൂ ജനറേഷനിലെ തെങ്ങേറ്റക്കാരനാ. തളപ്പ് കൊണ്ടുന്നില്ലേ? അയ്യോ അച്ഛൻ ഇത് തെങ്ങുകയറ്റക്കാരനല്ല, ഒളിമ്പ്യനാ. ഒളിമ്പ്യൻ. എന്ത്? ഒളിമ്പ്യൻ മാത്തൻ സാറ്. ഒളിമ്പിക്സിൽ പണ്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളാ. ഓ, ഞാൻ എന്തൊരു മണ്ടന. തെങ്ങേറ്റക്കാർക്ക് കുടവയറുണ്ടാവില്ല എന്നുള്ള കാര്യം പോലും ഓർക്കാതെ. ഇതെന്താണ് പ്രസവിക്കാറല്ലേ? ഉണ്ടായിരുന്നു സാറ്, ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ ചന്ദ്രൻ. ഇത്രയും നേരം തന്നെയും കാത്ത് ഞാൻ ഇവിടെ ഇരുന്നത് അപ്പുവിനെ കുറിച്ച് പറയാന്. മിടുക്കനാണിവൻ. സൈക്ലിംഗിൽ ശോഭനമായൊരു ഫ്യൂച്ചർ ഇവനെ ഞാൻ കാണുന്നു. പക്ഷേ ആ കഴിവൊന്ന് വളർത്തിയെടുക്കണമെങ്കിൽ ചന്ദ്രൻ കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഉണ്ട് സർ, എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ പോരാ. ഉദാഹരണത്തിന് ഈ സൈക്കിൾ, ഇതല്ല ഇവന് വേണ്ടത്. ഇപ്പൊ കിട്ടാവുന്നതിനും വെച്ച് ഏറ്റവും നല്ല സ്പോർട്സ് സൈക്കിൾ ഇവന് വാങ്ങിക്കൊടുക്കണം. കാശൊരല്പം കൂടും. ഒരു 2-2.5 ലക്ഷം രൂപയാവും. അത്രയും പൈസക്ക് കാറ് കിട്ടുമല്ലോ. കിട്ടുമായിരിക്കും. പക്ഷെ കാർ ഓടിച്ച സൈക്കിളിങ്ങിനുള്ള മെഡൽ കിട്ടില്ല. അപ്പുവിന്റെ കാര്യത്തില് ഞാൻ കാശ് നോക്കാറില്ല സർ. ഗുഡ്. നല്ല മാതാപിതാക്കളാണ് നല്ല തലമുറയെ സൃഷ്ടിക്കുന്നത്. ഓ, നല്ല അച്ഛൻ, നല്ല അമ്മ, നല്ല അധ്യാപകൻ, നല്ല സുഹൃത്ത്, ഇവരാണ് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കുന്നത്. എന്തു പറ്റി? ഒന്നുമില്ല. നമ്മൾ കുളക്കരയിൽ 2 ബിരിയാറായ മുട്ടകൾ വെക്കുന്നു. എന്തിന്? എന്തിന്? പറയാം. ഒന്ന് താറാവിന്റെയും മറ്റേത് കോഴിയുടെയും. മുട്ടകൾ വിരിഞ്ഞാലുടനെ താറാ കുഞ്ഞ് വെള്ളത്തിലേക്ക് പോകും, കോഴിക്കുഞ്ഞ് കരയിലേക്ക് മൂടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് പണ്ടോട്ട് അങ്ങനെയാണല്ലോ. നമ്മളായിട്ട് ഇനി അത് മാറ്റണോ? നമ്മളായിട്ട് ഇനി അത് മാറ്റണോ? മാറ്റണം. മാറ്റണം. മാറ്റാം. ഓരോ ജീവിയിലും അതിന്റെ പ്രകൃതം പ്രപഞ്ച സൃഷ്ടാവ് കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ നിയോഗം വലിയൊരു സൈക്ലിംഗ് ചാമ്പ്യൻ ആവുക എന്നതാ. എന്താ ഇങ്ങനെ ഇടക്കിടക്ക് ചാടിക്കളിക്കുന്നത്? എന്തെങ്കിലും അസുഖമുണ്ടോ? അത് ബാധയുടെ ഉപദ്രവം തുടങ്ങിയതുകൊണ്ടാ. അവൻ ചുമ്മാ പറയുന്ന സർ. സാറ് പറഞ്ഞു. ആ പപ്പുവിന്റെ മുട്ട, സോറി, താറാവിന്റെ മുട്ട. അപ്പുവിന്റെ ആ കഴിവ്, അതിനെ പരിപാലിച്ച് പുഷ്ടിപ്പെടുത്തിയെടുക്കേണ്ട ജോലിയാണ് നമ്മൾ മുതിർന്നവർ ചെയ്യാനുള്ളത്. അയ്യോ, ചോക്കോ ചായ. ടീച്ചറൊക്കെ എത്തി. നല്ല ഉന്നോട്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഒരെണ്ണം ഒഴിച്ച്. ഇത്രയും ഉന്നുള്ള സ്ഥിതിക്ക് ഇതിനി വെച്ച് നീട്ടാണ്ട് അങ്ങ് നടത്തണം. ടീച്ചർക്ക് നല്ലൊരു അമ്മയും ഭാര്യയാവാൻ പറ്റും. എന്നാ ഇറങ്ങട്ടെ. നിന്റെ മറ്റേ അപ്പോ പറഞ്ഞതൊന്നും മറക്കണ്ട. മുട്ടയുടെ കാര്യം അല്ലടോ, പ്രാക്ടീസ്. അതാണ് ഒരു കായിക താരത്തിന്റെ കരുത്ത്. വരട്ടെ. ഓ, ചായ എങ്ങനെയുണ്ട്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ എന്റെ ബോന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്? നീ എത്ര നടന്നാലും എന്നെ കെട്ടണം എന്നുള്ള നിന്റെ മോഹം ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നു. അതിന് ചന്ദ്രേട്ടനെ കെട്ടണം ആര് പറഞ്ഞു? എനിക്ക് അപ്പുവിന്റെ അമ്മയാവണം. അതിന് കല്യാണം അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. അപ്പു, ഒന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്കുന്ന നിന്റെ അച്ഛന്. ഇതും കൂടെ പറഞ്ഞു മനസ്സിലായി കൊടുക്കണേ. മനസ്സിലാക്കി കൊടുക്കണം. എവിടെയാണോ അവന്മാര്? ഇപ്പൊ വരും, വെയിറ്റ് ചെയ്താ മതിയെന്ന്. പരോളിൽ ഇറങ്ങിയപ്പോഴുള്ള സുഖമേ. കീരി രാഘവന് ഉടുമ്പ് പണിയും. താമസം അങ്ങ് സെൻട്രൽ ജയിലില്ല. ഇപ്പൊ പരോളിൽ ഇറങ്ങിയതേ ഉള്ളൂ. പേടിക്കണം, ഞാനില്ലേ കൂടെ. നന്നായിട്ടൊന്ന് ബഹുമാനിച്ചേക്കല്ലേ. വേണ്ടത് ചോദിച്ചു മേടിച്ചോ. നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം മുതലാളി. നമസ്കാരം. ഓ, നമസ്കാരം പറഞ്ഞ് പഠിക്കാനല്ല നിങ്ങൾ അങ്ങോട്ട് വിളിപ്പിച്ചത്.
മുതലാളി കാര്യം പറഞ്ഞാട്ടെ. വേറൊരു വഴിയും കാണാത്തത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്ന് വെച്ച് ദേഹോപദ്രവം ഒന്നും ചെയ്തത് ശരിക്കൊന്ന് പേടിപ്പിച്ചാൽ മതി. മുതലാളി ആളിനെ കാണിച്ചു തന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ആ ഫോട്ടോ കൂടെ എവിടെ എവിടെ എവനാ ഇതെന്നെ ചിന്ന വയസ്സിലെ ഫോട്ടോയാ? അല്ല, ഈ ചിന്ന കുഴന്തയാണ് മുതലാളിയുടെ ഇപ്പോഴത്തെ തലവേദന. മുതലാളിയുടെ മോളെ അമ്മയാക്കിയാ മാത്രം പോരാ, പിറ്റേ കൊല്ലം തന്നെ ഒരു അനിയനെ കൂടെ വേണമെന്ന്. അത് ഇത്ര വലിയ സംശയം എന്ത്? ആ കാശ് കൊടുക്ക്. Just a minute. ഈ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണമെന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ ബാലജാപറ്റികളെ ഇനി തന്നോളൂ. രണ്ടുപേരും കൈ നീട്ടിയാട്ടെ. ആ അതിന് കണ്ണിൽ വെച്ചോ. ആ ഇനി മുതലാളി ഒട്ടും പേടിക്കണ്ട. കുഴന്തയായാലും തന്തയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാ. വിഷം ഇറക്കി തരും. അനുഗ്രഹിച്ചിരിക്കുന്നു. പേടിപ്പിക്കുന്നോടാ. ചുമ്മാ ആരോടാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? എന്നെ കൊല്ലുന്നേ. ഒന്നുമില്ല. അതാണ്. എന്നെ ഓടിക്കരുത്. നിൽക്കുക. ഓടിച്ചാൽ ഞാൻ കൂടുതൽ രക്ഷപ്പെടും. നിൽക്കുക. അതാ അവൻ. അതാ. പിടിയോട്ട്. തട്ടി വീണത് നന്നായി. നീ പണിയായനെ. ഓടി പദം വന്നേനെ. എന്താണ് നിന്റെ പേര്? എന്റെ പേരെന്തെന്നറിയാടാ? കീരി. എന്ത് കീറി? കീറിയതല്ല, കീരി. ചെങ്കീരി രാഘവൻ. എടാ പന്ന പടുക്കൂസേ, നിനക്ക് അനിയനെ വേണമല്ലേ? അത് മുതലാളിയുടെ മകളുടെ വയറ്റിന്ന്. നിനക്ക് അനിയന്മാരെ ഉണ്ടാക്കി തരലല്ല ഞങ്ങളുടെ മുതലാളിയുടെ മോളുടെ പണി. ഇനി എങ്ങാനും ആ ടീച്ചറെ കയറി അമ്മേന്ന് വിളിച്ചാ പിന്നെ ഒരൊറ്റ തവണ ഇവിടെ വിളിക്കുള്ളൂ നീ അമ്മേന്ന്. അപ്പൊ സെക്കൻഡ് ടൈമോ? ഇത് പുറംചൊറിയാൻ കൊണ്ട് നടക്കുന്നതല്ല. ഇതുപോലെ ഞാൻ അരിഞ്ഞുകളയും. ഓടാ ഓടാ ഓടത്തേവങ്ങ്. ആരവരൊക്കെ? ലക്ഷണം കണ്ടിട്ട് കർഷകരാണെന്ന് തോന്നുന്നു. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു. ഒന്ന് അഭിനന്ദിച്ചോളൂ, അഭിനന്ദിച്ചോളൂ. ഞങ്ങളുടെ വാഴ